ശരി, ഇടതുവശത്ത് മാർജിനിൽ എഴുതുക. ഇത് നമ്മുടെ എത്രാമത്തെ ക്ലാസ് ആണ്? എത്ര ക്ലാസ്സാ? 7th ക്ലാസ്, 7ാമത്തെ ക്ലാസ്. ഡേറ്റ് 12/5/2026. ട്യൂസ്ഡേ പ്രസന്റ്. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ സ്ക്വയേഴ്സിലെ 1ാമത്തെ സെക്ഷനായ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പഠിച്ചു. എന്തായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത്? എന്തുവായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ? സ്ക്വയേഴ്സ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്ക്വയർ. നമ്മുടെ 2 ഡിജിറ്റ് നമ്പറുകളുടെ, അതായത് 10 തുടങ്ങി 99 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ കുറെ വിശാലമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്ട് കട്ട് പഠിക്കാന്നല്ലോ. എക്സ് പ്ലസ് വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് വെച്ച് നമ്മൾ 2 ഡിജിറ്റ് നമ്പറിന്റെ ഒക്കെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി നമുക്ക് ആ പാഠത്തിലെ 2ാമത്തെ സെക്ഷൻ നോട്ട്ബുക്കിൽ എടുത്ത് വെച്ചേക്കുന്നത് ഇരിക്കും. സെക്ഷൻ 2 എഴുതുക. സെക്ഷൻ 2 നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. സെക്ഷൻ 2 ഡെസിമൽ സ്ക്വയേഴ്സ്. ഡെസിമൽ, DECIMAL, ഡെസിമൽ, DECIMAL, ഡെസിമൽ. സ്ക്വയേഴ്സ്, SQUARES, സ്ക്വയേഴ്സ്. നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ടോപ്പിക്കിന്റെ പേരാണ് ഡെസിമൽസ്. എന്താണ് ഡെസിമൽ എന്ന് പറഞ്ഞ? ഡെസിമൽ എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ള നമ്പർ. എന്താണ്? കണ്ടാൽ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗമാണ്. പോയിന്റ് ഉള്ള നമ്പറിന് പറയുന്ന പേരാണ് ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡെസിമൽ നമ്പറിന്റെ ഹെഡിങ് സ്ക്വയേഴ്സ്. അതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എഴുതുക. പുസ്തകം ഉള്ളവരുണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കി എഴുതുക. പുസ്തകത്തിലെ പേജ് നമ്പർ 11 വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 3.7 മീറ്റേഴ്സ് എന്ന ചോദ്യം കണ്ടോ? പുസ്തകം ഉള്ളവര് പുസ്തകത്തിലെ പേജ് നമ്പർ 11 കണ്ടോ? പേജ് നമ്പർ 11 ഇതുകൊണ്ട് നടക്കും. ഇവിടെ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 3.7 meters. 3.7 meters. 3.7 meters. എന്നിട്ട് ബോർഡിലേക്ക് നോക്കി ചോദ്യം വായിച്ച എല്ലാവരുടെ ചോദ്യം വൃത്തിയായിട്ട്. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 3.7 meters? അർത്ഥം പറഞ്ഞാട്ടെ. ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരമുണ്ട്. നമ്മുടെ ഹെഡിങ്ങിലെ സ്ക്വയർ അല്ല ഈ സ്ക്വയർ. ഇത് നമ്മുടെ ജോമെട്രിക്കൽ ഫിഗറായ ജാമിതീയ രൂപമായ സ്ക്വയറിനെ കുറിച്ച്. സ്ക്വയർ പ്രത്യേകത 4 sides are equal. എല്ലാ വശവും തുല്യമാണ്. ഇതിന്റെ ഒരു വശം എത്ര ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാണ്? 3.7 മീറ്റർ. അങ്ങനാണെങ്കിൽ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ ചോദ്യം? ഏരിയ. എന്തോ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 4 കറുത്ത വരകൾക്കുള്ളിൽ കാണുന്ന ആ വെളുത്ത സ്ഥലത്തിന്റെ അളവിന് പറയുന്ന പേരാണ് ഏരിയ. സ്ക്വയറിന്റെ ഏരിയ, സമചതുരത്തിന്റെ പരപ്പളവ് നിങ്ങൾ 5ാം ക്ലാസ് മുതലേ പഠിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? എല്ലിന്റെ ബിയും. സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ്, അത് പെരിമീറ്ററാ. ഇത് ഏരിയയാ ചോദിക്കുന്നത്. ഏരിയ ഇല്ല, സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു ശരിയാ. 3.7 ഇൻറ്റു 3.7.
ഈ 3.7 ഇൻറ്റു 3.7 എന്ന് പറഞ്ഞാൽ എന്തു എന്റെ അർത്ഥം? നമ്മുടെ ഹെഡിങ്. ഒരു നമ്പരിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുന്നതിന് പറയുന്ന പേരാണ് സ്ക്വയർ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? 3.7ന്റെ സ്ക്വയർ. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ സ്ക്വയർ 2-3 രീതികളിൽ പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ പഠിച്ചിട്ടുള്ള രീതി അനുസരിച്ചാണെങ്കിൽ 37നെ 37 കൊണ്ട് ഗുണിക്കും. അപ്പൊ പോയിന്റ് ഇല്ല നമ്മൾ ഗുണിച്ചത്. എന്നിട്ട് ഒന്നാമത്തെ സംഖ്യക്കകത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? 1 സ്ഥാനം. രണ്ടാമത്തെ സംഖ്യക്കകത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? 1 സ്ഥാനം. അപ്പൊ മൊത്തം എത്ര സ്ഥാനമുണ്ട്? ഈ 2 സ്ഥാനം എവിടെ കാണണം? നമ്മുടെ ആൻസറിലും വേണം. അങ്ങനെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ് പിടിച്ചോളൂ. ഇപ്പൊ ഇവിടെ അവര് ഈ 3.7 എന്ന് പറഞ്ഞാൽ 37നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണോ 3.7 കിട്ടുന്നത്? ആണോ? 37നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 3.7 കിട്ടുന്നത്. അപ്പൊ 3.7ന്റെ സ്ക്വയറിന് പകരം 37/10ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഈ പാഠം തുടങ്ങിയെടുത്ത് പഠിപ്പിച്ചായിരുന്നു. ഇതൊരു ഫ്രാക്ഷൻ അല്ലേ, ഭിന്നസംഖ്യയല്ലേ? അതിന്റെ സ്ക്വയർ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ന്യൂമറേറ്റർ ആരാ? 37. അപ്പൊ 37ന്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ. ഇത്രയും വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ 37ന്റെ സ്ക്വയർ നിങ്ങൾ ഒരു വർക്കിംഗ് കോളത്തിൽ എഴുതിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു എങ്ങനെ കണ്ടുപിടിക്കുന്ന 37ന്റെ സ്ക്വയർ. 37ന്റെ സ്ക്വയർ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മള് 30 + 7 ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ആണോ? ഇത് x ആയിട്ടും ഇത് y ആയിട്ടും എടുക്കും. ഇനി സ്ക്വയർ പറഞ്ഞാട്ടെ. 30 സ്ക്വയർ പ്ലസ് 2 × 30 × 7 പ്ലസ് 7 സ്ക്വയർ. ആണോ? 30ന്റെ സ്ക്വയർ 90. 3ന്റെ സ്ക്വയർ 9. ഇവിടെ ഒരു 0 ഉള്ളത് കൊണ്ട് ഇവിടെ 2 0 ചേർക്കണം. 2 × 3 6. 6 × 7 42. 420. ആണോ? പ്ലസ് 7ന്റെ സ്ക്വയർ 49. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 1369 കിട്ടും. എത്ര കിട്ടും? അപ്പൊ ഇതെവിടെ എഴുതിയിട്ടത്? ഇവിടെ സൈഡിൽ വർക്കിംഗ് കോളത്തിലോട്ട് വേണം ഈ സ്റ്റെപ്പ് എഴുതിയിടാം. അപ്പൊ ന്യൂമറേറ്ററിന്റെ പകരം നമുക്ക് എന്ത് എഴുതി വെക്കാം? 1369 ഡിവൈഡഡ് ബൈ 10ന്റെ സ്ക്വയർ 100. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10നെ 10 കൊണ്ട് ഗുണിക്കുക 100. ആണോ? ഈ 1369നെ 100 കൊണ്ട് എങ്ങനെ ഹരിക്കും? 5ലും 6ലും പഠിച്ചത്. 100-നകത്ത് എത്ര 0? അത്രയും സ്ഥാനം മുകളിലത്തെ സംഖ്യക്കകത്ത് വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തണം. അപ്പൊ എത്ര കിട്ടും ആൻസർ? 2 സ്ഥാനം 1 2 13.69 വായിക്കരുത്. 6 9 യൂണിറ്റൂടെ പറഞ്ഞ്. ഇത് മീറ്റർ ആണെങ്കിൽ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. നമുക്കൊരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരം ഉണ്ട്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? 3.7 ആണ്. എങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 4 കറുത്ത വരകൾക്കുള്ളിൽ കാണുന്ന വെളുത്ത സ്ഥലത്തിന്റെ അളവിന് പറയുന്ന പേരാണ് ഏരിയ. പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 സെന്റ് വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കൈവശമുള്ള വസ്തുവിന്റെ ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? 10 സെന്റ്. നിങ്ങളുടെ അപ്പൂപ്പന് 1 ഏക്കർ വസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൂപ്പന്റെ കൈവശമുള്ള വസ്തുവിന്റെ ഏരിയയാണ് എന്ത്? 1 ഏക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ കാര്യം പിടി കിട്ടിയ സംഗതി.
ഇനി നമ്മുടെ വീട്ടിലൊക്കെ ടൈൽ ഒട്ടിക്കത്തിൽ പണിയൊക്കെ തീർന്ന അവസാന സ്റ്റെപ്പിൽ ടൈൽ ഒട്ടിക്കും. അപ്പൊ ടൈൽ ഒട്ടിക്കുമ്പോൾ മേശിരി ആദ്യം നോക്കുന്നത് ടൈൽ ഒട്ടിക്കാനുള്ള തറയുടെ ഏരിയയാണ് നോക്കുന്നത്. എന്നിട്ട് അതിലൊട്ടിക്കുന്ന ഒരു ടൈലിന്റെ ഏരിയ നോക്കും. അത് 1/1 ഉണ്ട് എന്ന് വെച്ചാൽ ഒരു അടി നീളവും ഒരടി വീതി. ഈ അടി എന്ന് പറഞ്ഞ കയ്യെ കെട്ടുന്ന അടിയല്ല, നീളം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്, അടി. ഇംഗ്ലീഷിൽ ഫീറ്റ് എന്ന് പറയുന്നത് പറയും. അത് 1/1 ഉണ്ട്. ഒരടി നീളവും ഒരടി വീതിയുള്ള സമചതുരാകൃതിയിലുള്ളതുണ്ട്, സ്ക്വയർ ഷേപ്പിലുള്ളതുണ്ട്. അത് ഏതാണ് നമ്മളോട് ചോദിക്കും. നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒക്കെ സെലക്ട് ചെയ്തിട്ട് മേശിരി തീരുമാനിക്കുക അതിൽ എത്ര എണ്ണം വേണം നമ്മുടെ തറയിൽ ഒട്ടിക്കാനായിട്ട്. അതിനൊക്കെ ഉപയോഗിക്കുന്ന ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നു. അപ്പൊ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡ് ഇൻറ്റു സൈഡ്. നമ്മുടെ സൈഡ് എത്ര? 3.7 ഇൻറ്റു 3.7. 3.7 ഇൻറ്റു 3.7 എന്ന് പറഞ്ഞാൽ അതാരാ? 3.7ന്റെ സ്ക്വയർ. 3.7ന്റെ ഈ 3.7 എന്ന് പറയുന്ന ഡെസിമല് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? 37നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 37. അപ്പൊ 3.7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരുടെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി? 37/10ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതൊരു ഫ്രാക്ഷൻ ആണല്ലേ. ഫ്രാക്ഷന്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ സ്ക്വയറെ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ 37ന്റെ സ്ക്വയറെ ബൈ 10ന്റെ സ്ക്വയർ. 37ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു അല്ലേ? അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? 1369. 1369 ഡിവൈഡഡ് ബൈ 10ന്റെ സ്ക്വയർ 100. ഈ ഒരു നമ്പറിനെ എങ്ങനെയാ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? 100നകത്ത് എത്ര പൂജ്യം? ഈ 2 സ്ഥാനം മുകളിലത്തെ നമ്പറിൽ വലത്തു നിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തരണം. അപ്പൊ എത്ര കിട്ടും? 13.69 മീറ്റർ സ്ക്വയർ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ക്വയറിന്റെ എന്ത്, ഏരിയ. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ബുക്കിലേക്ക് എഴുതണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പേനകത്ത് വെക്കുക, ബുക്കടച്ചു വെക്കുക, ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലത്തിനകത്തിൽ 3.7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ ആ പ്രോബ്ലത്തിൽ ഒരു 3.7 ഇൻറ്റു 3.7, അടുത്ത വരിയിൽ 3.7ന്റെ സ്ക്വയർ എന്ന് എഴുതി വെച്ചില്ലേ? അത് കഴിഞ്ഞപ്പോ നിങ്ങൾ എന്തോ അവിടെ ചെയ്തത്? ബൈ 10 എന്നല്ലേ? അതിന് പറഞ്ഞ പേരെന്തോ? ഫ്രാക്ഷൻ. ഡെസിമലിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആ ഡെസിമലിനെ എന്താക്കി മാറ്റി? ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഉറപ്പാണല്ലോ. എന്നിട്ട് ഫ്രാക്ഷന്റെ സ്ക്വയർ ഒക്കെ ചെയ്ത് ലാസ്റ്റിൽ വീണ്ടും അതിനെ എന്താക്കി? ഡെസിമലാക്കി. ഒന്നുകൂടെ ഡെസിമലിന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. നിങ്ങൾ ഉടനെ അതിനെ എന്താക്കി മാറ്റി? ഫ്രാക്ഷൻ ആക്കി. എന്നിട്ട് ഫ്രാക്ഷന്റെ എന്ത് കണ്ടുപിടിച്ചു? സ്ക്വയർ കണ്ടുപിടിച്ചു. കിട്ടിയ ഉത്തരത്തിനെ വീണ്ടും എങ്ങോട്ട് മാറ്റി? അതപ്പോ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ സ്കൂളിൽ മറ്റേ കുളങ്കര കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാരി കളിച്ച ഉത്തരം എഴുതിയത്. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യാതെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം എന്ത് ചെയ്യാം? എഴുതാം. ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇതൊന്ന് ഒരു പടം വരച്ച് പടത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പടം വരച്ച് ബുക്കൊക്കെ അടച്ചു വെച്ച് ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മളോട് ഒരു സ്ക്വയറിന്റെ കാര്യമല്ലായിരുന്നു പറഞ്ഞത്? സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര? 3. നമ്മൾ ആദ്യം ഒരു വലിയ സ്ക്വയർ വരയ്ക്കണം. ഇത് വരയ്ക്കുന്നു, ഒരു വലിയ. ഇതിന്റെ ഓരോ സൈഡും എത്ര വെച്ചായിരിക്കും? 3.7. 3.7. ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോകും. എന്ത് ചെയ്യാൻ പോവാൻ? ഈ 3.7 എന്ന് പറഞ്ഞാൽ 3യോട് കൂടി 0.7 ചേരുമ്പോഴല്ലേ 3.07 ആവുന്നത്? ആണെന്നോ അല്ലെന്നോ? 3നോട് കൂടി 0.7 കൂട്ടുമ്പോഴാണോ 3.7 കിട്ടുന്നത്?
3 എന്ന് വെച്ചാൽ കണക്കിൽ 3.0 എന്നാ. ഇത് 0.7 കൂട്ടി പറഞ്ഞ് 0 7 കൂടെ കൂട്ടിയാൽ 7.8 3 0 കൂടെ കൂട്ടിയാൽ 3. അപ്പൊ എത്ര കിട്ടും ആൻസർ? 3.7. അപ്പൊ ഞാൻ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ അളവ് 0.7 ഏതാ വേണ്ടത്? ഓക്കെ, അപ്പൊ ഇതോ 0.7, ഇതോ 0.7, ഇതോ ഉറപ്പാണേ. അപ്പൊ ഇതെത്ര ആയിരിക്കും? 3. ആ 3യും ഈ 0.7 ചേരുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 3.7. അപ്പൊ ഇതെത്ര? 3. അപ്പൊ ഇതെത്ര? 3. അപ്പൊ ഇതെത്ര? ഓക്കെ ആയോ? നിങ്ങൾ ഈ പടത്തിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം ഒരു വലിയ സ്ക്വയർ കാണാം അല്ലേ? സ്ക്വയർ കാണരുത്, അതിന്റെ ഒരു സൈഡ് 3. അപ്പൊ അതിന്റെ ഏരിയ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 3 ആണെങ്കിൽ അതിന്റെ ഏരിയ 3 × 3 = 9. എന്നിട്ട് ഈ മൂലക്ക് ഒരു ചെറിയ സ്ക്വയർ എടുക്കുന്നുണ്ടോ? അതിന്റെ ഒരു സൈഡ് എത്ര? 0.7. അപ്പൊ അതിന്റെ ഏരിയ 0.7 × 0.7. അപ്പൊ ആ 2 സ്ക്വയറിന്റെ ഏരിയ റെഡി ആയല്ലോ. ഇനി ഒരു 2 റെക്റ്റാങ്കിൾ കിടക്കുന്നുണ്ടോ ഇവിടെ ആയിട്ട്? ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? റെക്റ്റാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു അപ്പൊ 3.7 ഇൻറ്റു 0. ഇവിടുത്തെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അതേ സാധനം തന്നെ, 3.7 ഇൻറ്റു 0.7. അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടിയിരുന്ന വലിയ സ്ക്വയറിനെ നമ്മളിപ്പം 2 സ്ക്വയറുകളും 2 റെക്റ്റാങ്കിളുകളും ആക്കി മാറ്റി. ഉറപ്പിച്ചോ? ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മീരാകൃഷ്ണക്ക് എന്തോ സംശയം ചോദിച്ചാട്ടെ. ഇവിടെ 3 ആണോന്നോ? എവിടെ? സോറി, ഇവിടെ 3.7 അല്ല, 3 × 0.7 കാരണം ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് 3 അല്ലേ ഉള്ളൂ, മൊത്തത്തിലല്ലയോ 3.7 വരുന്നത്. അപ്പൊ ഇവിടെയും 3 × 0.7. കറക്റ്റ് ആണ് മീരാകൃഷ്ണൻ, ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിക്കേ, നമുക്ക് 3.7 സ്ക്വയർ അല്ലായിരുന്നോ കണ്ടുപിടിക്കേണ്ടത്? അതിന് പകരം ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ പോരെ? ഏതെല്ലാം കൂടെ? 3 × 3 പ്ലസ് ശരിയാ പറഞ്ഞോ? ഇതാ 2 റെക്റ്റാങ്കിളിന്റെ കാര്യം പറഞ്ഞേ. 2 റെക്റ്റാങ്കിളിന്റെ കാര്യം 3 × 0.7 പ്ലസ് 3 × 0.7 പ്ലസ് 0.7 × 0.7. ശരിയാണോ? ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ല വലിയ സ്ക്വയറിന്റെ ഏരിയ. 3 × 3 എന്ന് പറഞ്ഞാൽ 9, അതായത് 3 സ്ക്വയർ അല്ലേ? 3 × 0.7 പ്ലസ് 3 × 0.7. രണ്ടും ഒരാള് തന്നെ അല്ലേ? ഒരാളെ 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം 2 × 3 × 0.7 അല്ലേ? ഒരു നമ്പർ 2 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം അതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. പ്ലസ് അപ്പൊ ഇതെങ്ങനെ എടുക്കും? 0.7 സ്ക്വയർ. ഓക്കെ ആണോ? 3 സ്ക്വയർ എത്ര? 9. 2 × 3 6. 6 × 0.7. ഇതെങ്ങനെ ഗുണിക്കുന്നത് അറിയാമോ? 6 ഉം 7 കൂടെ ഗുണിക്കണം. 6 × 7 42. എത്ര സ്ഥാനം മാറ്റി കുത്തിടണം?
ഒരു സ്ഥാനം എവിടുന്ന് എങ്ങോട്ട്, വലത്ത് നിന്ന് ഇടത്തോട്ട് മാറ്റി കുത്തണം. അപ്പൊ എത്ര കിട്ടും? 4.2. 4. ഇനി 0.7 സ്ക്വയർ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 0.7 ഇൻറ്റു 0.7 ആണോ? ആദ്യം പോയിന്റ് ഇല്ലെന്ന് വിചാരിച്ച് ഗുണിച്ചേ. 7 ഗുണം 7 49. എത്ര സ്ഥാനം മാറ്റി കുത്തരണം? 2 സ്ഥാനം. അനിയത്തി എത്ര സ്ഥാനം മാറ്റി കുത്തരേണ്ടത്? 2 സ്ഥാനം. അപ്പൊ എത്ര കിട്ടും ആൻസർ? 0.0. ഹോട്ടലിൽ വയ്ക്കരുത്. 49. 0. ഇതെല്ലാം കൂടെ കൂട്ടണ്ടായോ? ആദ്യം 9 എഴുതി. പിന്നുള്ള ആരാണ്? 4.2. പിന്നുള്ളത് ആരാ? 0.49. ഇനി എവിടെങ്കിലും ഒക്കെ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ ഇല്ലെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് അവിടെ എന്തിട്ട് കൊടുക്കാം? നിങ്ങൾക്ക് 0 ഇട്ട് കൊടുക്കാം. കൂട്ടി പറഞ്ഞി 9. 4 2 6 ആണോ? 9 4. ഇതാണോ നിങ്ങൾക്ക് മുമ്പേ കിട്ടിയ ആൻസർ? ആണോ? ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്ത പരിപാടി 3.7 സൈഡുള്ള സ്ക്വയറിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അതിനെ 4 എന്ത് ചെയ്തു? വീതം വെച്ചു. കൈകൊത്തു പാർട്ടീഷൻ ചെയ്തു. എങ്ങനെയൊക്കെ? സൈഡ് വശം 3 ഒരു സ്ക്വയർ, സൈഡ് വശം 0.7 ഒരു ചെറിയ സ്ക്വയർ, പിന്നെ സയാമീസ് ഇരട്ടകളായ 2 റെക്ടാങ്കിളുകൾ, 2 ചതുരങ്ങൾ, 2 ഒരെണ്ണം തന്നല്ലേ? എങ്ങനെ? ലെങ്ത് നീളം 3 വീതി ബ്രെഡ്ത്ത് 0.7 അങ്ങനെയുള്ള 2 എണ്ണം. അപ്പൊ ഈ വലുതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ചെറിയ 4 എണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ച് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. ഇതാണ് ഒരു ജിയോമെട്രിക്കൽ മെത്തേഡ്. ഇത് എല്ലാവർക്കും അത്ര എളുപ്പമല്ലെന്ന് നിങ്ങളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പേടിക്കണ്ട. അടുത്തത് പറയുമ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഐഡിയയിൽ നമുക്ക് ഈ 3.7 എന്ത് കണ്ടുപിടിക്കാം? സ്ക്വയർ കണ്ടുപിടിക്കും. ഇതിപ്പോ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3.7 സ്ക്വയർ എന്ന് പറഞ്ഞപ്പോ കണ്ടോ? 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 0.7 പ്ലസ് 0.7 സ്ക്വയർ. കഴിഞ്ഞ ദിവസം പഠിച്ചത് വല്ല ഓർമ്മ വരുന്നുണ്ടോ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ. ഉണ്ടോ? അപ്പൊ കഴിഞ്ഞ ദിവസം പഠിച്ച ഐഡിയ ഇല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പടമൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പോയിന്റ് ഉള്ള നമ്പറിന്റെ സ്ക്വയറും കഴിഞ്ഞ ദിവസം പഠിച്ച മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇനി അടുത്ത ഒരെണ്ണം ഞാൻ പറഞ്ഞു തരും. ആ മെത്തേഡിലാണ് ഇനി എല്ലാവരുടെയും എന്ത് കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. ഇതങ്ങോട്ട് എഴുതിയാട്ടെ. ആ ബോർഡിൽ കിടക്കുന്ന സ്ക്വയർ വരച്ചിട്ടാണ് അനാമിക നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അടുത്ത വരിയിൽ എഴുതുക, വി ക്യാൻ കമ്പ്യൂട്ട് ദിസ് സ്ക്വയർ. അതുവരെ തന്നെ വി ക്യാൻ കമ്പ്യൂട്ട് ദിസ് സ്ക്വയർ ഓൾസോ ബൈ ഡ്രോയിങ്, ഓൾസോ ALSO ഓൾസോ by 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 drawing 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 cells 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 as in the AS as IN in THED in the case of natural numbers as in the case of natural എന്നിട്ട് പേനകത്ത് നോക്കാം. അപ്പൊ നമ്മള് നാച്ചുറൽ നമ്പറിന്റെ കേസിൽ ചെയ്തതുപോലെ ഡെസിമലിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? സ്ക്വയർ. ബുക്കടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ബുക്കടച്ചു വെക്കുക, ബോർഡിലേക്ക് നോക്കിയിരിക്കും. അപ്പൊ നമ്മൾ 3.7 സ്പ്ലിറ്റ് ചെയ്യണമല്ലോ, എങ്കിലല്ലേ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മളൊരു ബോക്സ് ഒക്കെ വരയ്ക്കുന്നു അല്ലേ? ഇതിനെ സെല്ലായിട്ട് തിരിക്കണം.
ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആ 3 ആ 0.07 അല്ല 0.7 0.7 ആ ഇനി ഓരോ സെല്ലും എങ്ങനെ ഫില്ല് ചെയ്യുന്നു പറഞ്ഞാൽ ആ 3 × 3 ഈക്വൽ 9 ആ ഇവിടെ 3 × 0.7 ആ ആ അത് കുടിക്കണമെന്നില്ല അങ്ങനെ ഇടാത്തോട്ടെ ഇവിടുത്തെ പറഞ്ഞാട്ടെ ആ 0.7 × 3 ഇവിടോ 0.7 × 0.7 ആണോ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം 3.7 ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 × 3 പ്ലസ് നോക്കി ഇത് രണ്ടും ഒരേ ആള് തന്നെയല്ലേ അപ്പൊ അങ്ങനെ എഴുതും നമ്മൾ 2 × 0.7 × 3 അപ്പൊ ഇതിനെ എങ്ങനെ എഴുതും 0.7 × 0.7 ഇത് എഴുതിയാൽ ആർക്കും സംശയമുണ്ടോ 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലേ അല്ലേ 3 സ്ക്വയർ പ്ലസ് നമ്മൾ മുമ്പ് ഗുണിച്ചതാ തൊട്ട് മുമ്പ് ഗുണിച്ച് എഴുതിയിട്ടുണ്ട് ഇത് 2 × 0.7 × 3 തൊട്ട് മുമ്പ് ഗുണിച്ച് എഴുതിയിട്ടുണ്ട് ഒക്കെ നോക്കി പറ 4.2 പ്ലസ് ഇതോ 0.7 ന്റെ സ്ക്വയർ 3 സ്ക്വയർ എത്ര 9 പ്ലസ് 4.2 പ്ലസ് 0.7 ന്റെ സ്ക്വയർ അങ്ങനെ പറയരുത് 0.49 49 അല്ല പോയിന്റ് കഴിഞ്ഞുള്ള നമ്പർ എണ്ണിപ്പെറുക്കി പറയണം 0.49 ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും ആൻസർ 13.69 ഇതല്ലേ മുമ്പ് കിട്ടിയ ഉത്തരം ആണോ എഴുതിയാട്ടെ